ഹായ് അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സ്പെഷ്യലി പ്രമേഹക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ബിരിയാണി റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ഇത് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് യവം അരി എടുക്കുന്നുണ്ട്. പിന്നെ യവം അരിയുടെ ഗുണങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇതിനു മുന്നേ പ്രമേഹക്കാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ കഞ്ഞിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. ഇപ്പോൾ ഞാനിവിടെ യവം അരി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ച അരിയിലേക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കുതിരാനായി മാറ്റിവെക്കാം. അപ്പോൾ ഇതൊന്ന് കുതിർന്നു വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കനിൽ മസാല പുരട്ടി വെക്കാം. 2 പേർക്ക് സെർവ് ചെയ്യുന്ന അളവാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ട് 4 മീഡിയം സൈസിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കനിലേക്ക് നമുക്ക് മസാല ചേർക്കാം. അവ ഏതൊക്കെയെന്ന് നോക്കാം. 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ ഉപ്പും, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റും, 1/2 ടീസ്പൂൺ നാരങ്ങനീര്, 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും. ഇവയെല്ലാം ചേർത്ത് കൊടുത്ത് ചിക്കനിൽ മസാല നന്നായി ചേർന്ന് വരുന്നത് വരെ നമുക്ക് തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യണം. എന്നാലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. ഇപ്പോൾ ചിക്കനിൽ മസാല നന്നായി ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് തയ്യാറാക്കാം. ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത് വെള്ളം വെച്ച് ഊറ്റിയെടുത്തിട്ടാണ്. അതിനായി ഞാനിവിടെ ഒരു അലുമിനിയം പാത്രത്തിലേക്ക് 1 ലിറ്റർ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കപ്പ് അളവ് എടുക്കുമ്പോൾ 4 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ഏകദേശം ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/4 ടീസ്പൂൺ സാജീരകം, 2 ഏലക്കായ, 1 പീസ് കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 1 ചെറിയ ബേ ലീഫ്, 2 ചെറിയ പീസ് തക്കോലം, 1/4 ടീസ്പൂൺ ജാതിപത്രി, പിന്നെ 2 ടീസ്പൂൺ ഉപ്പും. ഇവയെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച യവം റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങനീരും ആഡ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കായിട്ട് റൈസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, അല്ലെങ്കിൽ റൈസ് ആകെ വെന്ത് കുഴഞ്ഞു പോകും. പിന്നെ നമുക്കൊരു 90% വേവാണ് ആവശ്യമായത്. ബാക്കി 10% ദം ഇടുമ്പോൾ വേവാകുന്നതാണ്. ഇപ്പോൾ റൈസ് പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. പിന്നെ ഉടനെ തന്നെ നമുക്ക് റൈസ് കോരി മാറ്റാം. പിന്നെ റൈസിൽ കളിയുണ്ടെങ്കിൽ അല്പം വെള്ളം റൈസിന് മീതെ ഒഴിച്ച് കളി കളയാവുന്നതാണ്. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാനിവിടെ ഇരുമ്പ് ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓയിലൊന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ശേഷം ഇതിലേക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കാം. പിന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഉണക്കമുന്തിരി വറുത്തെടുക്കാൻ. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഉണക്കമുന്തിരി വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉണക്കമുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ കോരി മാറ്റാം. ഇനി ഇതിലേക്ക് കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം.
ഇപ്പോൾ കശുവണ്ടിപ്പരിപ്പും ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതിലേക്ക് വേണ്ടത് 4 സവാള സ്ലൈസ് ചെയ്തതാണ്. സവാള നന്നായി ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് വറുത്തെടുക്കണം. സവാള പെട്ടെന്ന് ഫ്രൈ ആകാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് വഴറ്റാവുന്നതാണ്. പക്ഷെ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. പിന്നെ സവാള വഴറ്റുമ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് വഴറ്റി കൊടുക്കണം, അല്ലെങ്കിൽ സൈഡിലുള്ള സവാളയ്ക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സവാള ഏകദേശം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിൽ വെക്കാം. ഈ ഒരു പരുവം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്നും സവാള എടുക്കാം. ഇനി ഇത് ഇരുന്ന് ഒന്നും കൂടി ബ്രൗൺ കളറാകും. ഇപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ചട്ടിയിൽ നിന്നും കോരിയെടുക്കുന്നുണ്ട്. ഇത്രയും മതിയാകും നമുക്ക് ഇനിയുള്ള മസാല തയ്യാറാക്കാൻ. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നേരത്തെ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ചേർത്ത് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു വശം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് ഈ ഒരു വശവും ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ ചിക്കനിലുള്ള മസാലയൊന്നും കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. ചിക്കൻ വറുത്തെടുക്കുന്ന എണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള മസാലയും തയ്യാറാക്കുന്നത്. അപ്പോൾ ചിക്കനിൽ തേച്ച മസാല കരിഞ്ഞു പോയാൽ ബാക്കിയുള്ള മസാലയ്ക്ക് കരിഞ്ഞ സ്വാദാണ് ഉണ്ടാകുക. ഇപ്പോൾ ചിക്കൻ കംപ്ലീറ്റ് ആയി ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 ഏലക്കായ, 2 ഗ്രാമ്പു, ചെറിയ പീസ് കറുവാപ്പട്ട ചേർത്ത് കൊടുക്കാം. ഇവയെല്ലാം ഫ്രൈ ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 പിടി മല്ലിച്ചപ്പ്, പുതിനയില ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. ഞാൻ മുഴുവനായും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. അത് ഗാർണിഷ് ചെയ്തെടുക്കാനാണ്. സബോളയും തക്കാളിയും എല്ലാം ചേർന്ന് വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ബിരിയാണി മസാല ചേർത്ത് കൊടുക്കാം. ബിരിയാണി മസാല ഇല്ലെങ്കിൽ ഇതിന് പകരം ഗരം മസാല ചേർക്കാവുന്നതാണ്. ഇനി ഇത് റോ ഫ്ലേവർ മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുത്ത ബൗളിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് ചുറ്റിച്ചെടുത്ത് ആ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മസാലയും ചിക്കനും ഏകദേശം പാകമായി വന്നാൽ ഏറ്റവും നല്ലത് തിളപ്പിച്ച വെള്ളമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ സാധാരണ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതെന്ന് തോന്നുന്നത് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ മസാല കംപ്ലീറ്റായി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെച്ച് നമുക്ക് ദം ചെയ്തെടുക്കണം. ദം ചെയ്യാനായി ഞാനൊരു ഇരുമ്പ് ചട്ടി വെച്ചിട്ടുണ്ട്. അതിനു മീതെ ഒരു കുക്കറും വെച്ചിട്ടുണ്ട്. കുക്കറിൽ വെച്ചിട്ടാണ് ഞാൻ ദം ചെയ്തെടുക്കുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ബിരിയാണി മസാല ചേർത്ത് കൊടുത്ത് നിരത്തി കൊടുക്കാം. അങ്ങനെ മസാല നല്ലതുപോലെ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനു മീതെ നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് നിരത്തിയതിനു മീതെ കുറച്ച് പുതിനയിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. അതിനു മീതെ കുറച്ച് ചോപ്പ് ചെയ്തെടുത്ത ക്യാരറ്റും അതുപോലെ തന്നെ നേരത്തെ വറുത്തെടുത്ത സബോളയും ഉണക്കമുന്തിരിയും കശുവണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് മൂടി വെച്ച് ദം ചെയ്തെടുക്കാം. 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ദം ചെയ്തെടുക്കാൻ.
ഇപ്പോൾ നമ്മുടെ യവം ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇവിടെ വാപ്പാക്ക് വെച്ച് കൊടുത്തപ്പോൾ ഒരുപാട് ഇഷ്ടമായി. ഇനി പ്രമേഹമുള്ളവർക്കും വളരെ സന്തോഷത്തോടെ സുഭിക്ഷമായി കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.